നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ ഋജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ ആ 4-ാമത്തെ അധ്യായമായിട്ടുള്ള വിരാടപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഗോകർണപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അർജുനൻ എന്ന് പറയുന്ന ആ പോരാളിയുടെ പോരാട്ട വീര്യം പൂർണ്ണമായിട്ടും ഇവിടെ വ്യാസഭഗവാൻ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ യുദ്ധരംഗങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ അധ്യായം. ഇവിടെ അർജുനൻ കൗരവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് തോൽപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യാസഭഗവാൻ എങ്ങനെയാണോ 1,20,000-ൽ പരം ശ്ലോകങ്ങളിൽ അത് സംസ്കൃതത്തിൽ എഴുതിയത്, അത് നേരെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിലുള്ള പുസ്തകം അത് DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നോടൊപ്പം ഈ യാത്ര പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുകയാണ്. മഹാഭാരതം നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, അർജുനനെ വ്യാസഭഗവാൻ പ്രത്യേക ഒരു വാത്സല്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ അർജുനനെ പുകഴ്ത്താവുന്ന ഭാഗത്തൊക്കെ മാക്സിമം പുകഴ്ത്തി കാണിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീഷ്മരും കൂടെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൗരവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് അർജുനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായി. അപ്പം ആ യുദ്ധരംഗങ്ങൾ വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവരെ കഴിഞ്ഞൊരു വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ കുരുവംശത്തിലെ വലിയ വീരന്മാരായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് അർജുനൻ നേരെ യുദ്ധം ചെയ്തു. അമ്പുകളുടെ കൂട്ടം കൊണ്ട് ആ വീരന്മാരെല്ലാം മഞ്ഞുകൊണ്ട് മലകളെ എന്ന പോലെ ആ അർജുനനെ മൂടിക്കളഞ്ഞു. ആനകളുടെ ശബ്ദവും കുതിരകളുടെ ഒച്ചയും വാദ്യഘോഷങ്ങളും ശംഖനാദവും ചേർന്ന് വലിയ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. മനുഷ്യരുടെയും കുതിരകളുടെയും ശരീരങ്ങൾ തുളച്ചു കയറി. അർജുനൻ്റെ അസംഖ്യം അമ്പുകൾ മറുപുറം കടന്നു. യുദ്ധത്തിൽ ഇടതടവില്ലാതെ അമ്പുകൾ ചെയ്ത് അർജുനൻ തിളങ്ങി നിന്നു. തേര് വിട്ട് തേരാളികൾ ഭയപ്പെട്ടു പാഞ്ഞു. കുതിരകളെ വിട്ട് കുതിരപ്പടയാളികളും വരികൾ വിട്ട് കാൽപ്പടയാളികളും പാഞ്ഞു. ചെമ്പും ഇരുമ്പും വെള്ളിയും കൊണ്ടുള്ള മഹാന്മാരുടെ കവചങ്ങൾ അർജുനൻ്റെ അമ്പുകൊണ്ട് തകർന്നതിൻ്റെ വലിയ ശബ്ദം ചടപട എന്ന് മുഴങ്ങിക്കെട്ടു. ആനകളും കുതിരകളും കുതിരപ്പടയാളികളും ആനപ്പുറത്തിരിക്കുന്നവരുമൊക്കെ അമ്പുകൊണ്ട് ചത്തുവീണ് യുദ്ധക്കളം നിറഞ്ഞു കവിയാൻ തുടങ്ങി. തേരിൽ നിന്ന് വീഴ്ചവരെ കൊണ്ട് അർജുനൻ യുദ്ധഭൂമി മൂടി. യുദ്ധക്കളത്തിൽ വെല്ലുമേന്തി അർജുനൻ തുള്ളുന്നതുപോലെ കാണപ്പെട്ടു. ഇടിവെട്ടുന്നതുപോലെയുള്ള ഗാന്ധീവത്തിൻ്റെ ശബ്ദം കേൾക്കയാൽ പേടിച്ച് സൈന്യമൊക്കെ 4 പാടും ചിതറി ഓടാൻ തുടങ്ങി. തലപ്പാവും കുണ്ടലങ്ങളും പൊന്മാലകളും അണിഞ്ഞ ശിരസുകൾ കൊണ്ട് നിലം നിറഞ്ഞു. അമ്പേറ്റ ശരീരങ്ങൾ, വില്ലെടുത്ത കൈകൾ എന്നിവ ആഭരണങ്ങളോടുകൂടി ചിതറി ഭൂമിയിൽ ശോഭിച്ചു. അമ്പുകളാൽ അറക്കപ്പെട്ട് തെറിച്ചു വീഴുന്ന തലകൾ ആകാശത്തുനിന്ന് വീഴുന്ന കല്ലുമഴ പോലെ കാണപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള തൻ്റെ രൂപം കാട്ടി ആ പരാക്രമശാലി 13 വർഷം ഒളിവിൽ കഴിഞ്ഞ ആ അർജുനൻ, മഹാബലവാനായിട്ടുള്ള പാണ്ഡവൻ, കോപാഗ്നി വർഷിച്ചു. സൈന്യത്തെ ചുട്ടുപൊഴിപ്പിക്കുന്ന അർജുനൻ്റെ വീര്യം കൊണ്ട് ധൃതരാഷ്ട്ര പുത്രന്മാർ കാണെ തന്നെ യോദ്ധാക്കളൊക്കെ മരണം പ്രാപിക്കാൻ തുടങ്ങി. അർജുനൻ ഭയപ്പെടുത്തിയ സൈന്യത്തെയും രഥവീരന്മാരെയൊക്കെ ഓടിക്കുകയും ചെയ്തു. വിജയമായിട്ടുള്ള അർജുനൻ യുദ്ധക്കളത്തിൽ ചുറ്റി സഞ്ചരിച്ചു. പ്രളയകാലത്തെ യമനെപ്പോലെ തെരുതല്ലുന്ന രക്തനദിയെ അർജുനൻ ഒഴുക്കി. കുതിരകളാകുന്ന പാറക്കൂട്ടത്തോടും അമ്പും വില്ലുമാകുന്ന ചെങ്ങാടത്തോടും തലപ്പാവുകളും കവചവുമാകുന്ന പായലുകളോടും ആനകളാകുന്ന ആമകളോടും കൊഴുപ്പും മേധസ്സും ചേർന്ന പ്രവാഹം ഭയമുണ്ടാക്കുന്ന വിധത്തിൽ ഭയങ്കരമായ രൂപത്തോടുകൂടി ക്രൂര മൃഗങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ഒഴുകി. മൂർച്ചയുള്ള ആയുധങ്ങളാകുന്ന സറാവുകളോടും മുത്തുമാലകളാകുന്ന തിരമാലകളോടും ആഭരണങ്ങളാകുന്ന കുമളകളോടും അമ്പുകളുടെ കൂട്ടമാകുന്ന ചുഴികളോടും ആനകളാകുന്ന മുതലകളോടും ശരീരഭാഗങ്ങളാകുന്ന ദ്വീപുകളോടും ശംഖിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടും കൂടി മാംസം ഭക്ഷിക്കുന്ന ജീവികൾക്ക് പ്രിയപ്പെട്ടതും കടക്കാൻ പ്രയാസമുള്ളതുമായിട്ടുള്ള ഒരു രത്നനദി പ്രളയകാലത്ത് യമനാൽ നിർമ്മിക്കപ്പെട്ട മരണപ്പൊഴി എന്ന് തോന്നിക്കും വിധം അർജുനൻ ഒഴുക്കി. അർജുനൻ അമ്പ് എടുക്കുമ്പോഴോ കുലയ്ക്കുമ്പോഴോ അമ്പ് ചെയ്യുമ്പോഴോ അതിനിടയിൽ ഒരു ഇടവേള പോലും ആർക്കും കാണാൻ സാധിച്ചില്ല. പിന്നെ ദുര്യോധനൻ, കർണൻ, ദുശാസനൻ, വിമുംശതി, മകനോടൊപ്പം ദ്രോണർ, മികച്ച തേരാളിയായിട്ടുള്ള കൃപാചാര്യർ എന്നിവരെല്ലാം കൂടി അർജുനനെ വധിക്കാനായി ഒത്തുചേർന്നു. അവരെല്ലാവരും അവരവരുടെ ശക്തമായിട്ടുള്ള വില്ലുകൾ കുലച്ച് ആക്രോശിച്ചുകൊണ്ട് അർജുനനെ വളഞ്ഞു. സൂര്യപ്രകാശമുള്ള തേരിലിരിക്കുന്ന വാനരക്കൊടിയുള്ള അർജുനനെ അവരെല്ലാവരും നേരിട്ടു. മികച്ച തേരാളികളായിട്ടുള്ള കൃപർ, ദ്രോണർ, കർണൻ എന്നിവരെല്ലാം ഒന്നിച്ച് വീര്യവാനായിട്ടുള്ള അർജുനനെ വളഞ്ഞു. മഴക്കാറുകൾ പോലെ അമ്പുകൾ കൂട്ടമായി എയ്ത് അർജുനനെ വീഴ്ത്താൻ തന്നെ അവർ ഒരുങ്ങി നിന്നു. രോമം പിളർക്കുന്ന അനേകം അമ്പുകൾ എയ്ത് അനങ്ങാൻ കഴിയാത്ത വിധം അമ്പുകൾ കൊണ്ട് അവർ അർജുനനെ മൂടി. ദിവ്യമായിട്ടുള്ള അമ്പുകളെയും അവർ തങ്ങളുടെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ച് പ്രയോഗിച്ചു. എന്നാൽ അർജുനൻ 2 അങ്കുലം പോലും അമ്പയറ്റ് അനങ്ങുകയുണ്ടായില്ല. ഉടനെ അർജുനൻ ചിരിച്ചുകൊണ്ട് ഐന്ദ്രാസ്ത്രമെടുത്ത് സൂര്യതേജസ്സുള്ള ഗാണ്ഡീവത്തിൽ തൊടുത്തു. കിരണങ്ങൾ തൂകുന്നവനും സൂര്യന് തുല്യനുമായിട്ടുള്ള അർജുനൻ യുദ്ധത്തിൽ മുന്നേറി. കിരീടം ധരിച്ച അർജുനൻ കുരുസൈന്യത്തെയെല്ലാം അമ്പുകൾ കൊണ്ട് മൂടി. കാറ്റിൽ മിന്നലും പർവ്വതത്തിൽ തീയും പോലെ അദ്ദേഹം ശത്രുക്കളെ പൊതിഞ്ഞു. ഗാന്ധീവം മഴവില്ല് പോലെ വളഞ്ഞതിനെ
എപ്പോഴും കാണപ്പെട്ടു. മഴ വീണ ആകാശത്തിൽ നിന്ന് മിന്ന തെളിഞ്ഞ് 10 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഗാന്ധീവം തിളങ്ങിക്കാണാൻ തുടങ്ങി. ആന, തേര, കുതിരക്കൂട്ടം എന്നിവയെല്ലാം പരിഭ്രമത്തിലായി. അമ്പരപ്പ് കാരണം ബോധമില്ലാത്ത അവസ്ഥയിലായി. യോദ്ധാക്കളെല്ലാം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരായി. എല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടതുപോലെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ഇപ്രകാരം ആ സൈന്യമെല്ലാം ജീവിതത്തിലുള്ള ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് കണ്ട ദിക്കുകളിലേക്കെല്ലാം ഓടിപ്പോയി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ ഭാരതവംശരുടെ പിതാമഹനും ശന്തനുവിൻ്റെ മകനുമായിട്ടുള്ള ഭീഷ്മർ അർജുനൻ യോദ്ധാക്കളെ കൊന്നൊടുക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു. പൊന്നുകെട്ടിച്ച നല്ല വില്ല് കയ്യിലെടുത്ത് ശരീരം പിളർക്കുന്ന മൂർച്ചയുള്ള അമ്പുകളുമായി തിളങ്ങുന്ന ഭീഷ്മർ തലയ്ക്ക് മുകളിൽ വെളുത്ത കുടക്കീഴിൽ നിൽക്കുന്നത് ഉദയസൂര്യൻ നിൽക്കുന്ന പർവ്വതം പോലെ ശോഭിച്ച് കാണപ്പെട്ടു. ശന്തനുപുത്രനായിട്ടുള്ള ഭീഷ്മൻ ശംഖു വിളിച്ചുകൊണ്ട് അർജുനനെ തടഞ്ഞു. ശത്രുനാശകനായിട്ടുള്ള അർജുനൻ ഭീഷ്മൻ തന്നെ എതിർക്കാൻ വരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മേഘത്തെ മല എന്ന പോലെ അദ്ദേഹം ഭീഷ്മരെ നേരിട്ടു. ഭീഷ്മർ ഉടനെ അർജുനൻ്റെ കുടിമരത്തിന് നേരെ 8 അമ്പുകൾ എയ്തു. ചീറ്റുന്ന പാമ്പുകളെപ്പോലുള്ള അമ്പുകൾ കുടിമരത്തിൽ തറച്ചു. കുടിമരത്തിൽ ജ്വലിച്ചു നിന്ന ഹനുമാന്റെ മേലും ഭൂതഗണങ്ങളുടെ മേലും ആ അമ്പുകൾ പതിച്ചു. അർജുനനുടനെ മൂർച്ചയുള്ള കത്തി പോലെയുള്ള അമ്പ് ഉപയോഗിച്ച് ഭീഷ്മരുടെ കുടിമരം മുറിച്ച് താഴെയിട്ടു. അത് ഭൂമിയിൽ വീഴുകയും ചെയ്തു. ഭീഷ്മരുടെ കൊടിയും കുതിരകളെയും തേരാളികളെയും അർജുനൻ അമ്പുകൾ കൊണ്ട് മുറപ്പെടുത്തി. ഭീഷ്മർ അർജുനൻ്റെ ഈ വീരസാഹസം കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും ഒട്ടും തളരാതെ ദിവ്യമായിട്ടുള്ള അമ്പുകൾ അർജുനന് നേരെ വർഷിച്ചു. അർജുനനും ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അവയെ തടഞ്ഞു. ബലിയും ഇന്ദ്രനും തമ്മിലുള്ള യുദ്ധം പോലെ അർജുനനും ഭീഷ്മരും തമ്മിൽ ആവേശകരമായിട്ടുള്ള പോരാട്ടം നടന്നു. കൗരവരും മറ്റ് യോദ്ധാക്കളും അത്ഭുതത്തോടെ ഇത് നോക്കി നിന്നു. ഇരുവരും എയ്യുന്ന മൂർച്ചയുള്ള അമ്പുകൾ ആകാശത്ത് മിന്നാമിന്നുകളെപ്പോലെ തിളങ്ങി. അർജുനൻ്റെ ഗാന്ധീവം കറങ്ങുന്ന തീപ്പന്തം പോലെ ശോഭിച്ചു. മഴത്തുള്ളികൾ കൊണ്ട് മലയെ മൂടുന്ന മേഘം പോലെ അർജുനൻ അമ്പുകൊണ്ട് ഭീഷ്മരെ മൂടി. ഭീഷ്മരാകട്ടെ ആ അമ്പുകളെ പകുതിയിൽ വെച്ച് തകർത്ത് അർജുനനെ തടഞ്ഞു. തകർന്ന അമ്പുകൾ അർജുനൻ്റെ തേർത്തട്ടിലേക്ക് തന്നെ വീണു. പിന്നെ അർജുനൻ്റെ തേരിൽ നിന്ന് ഈയാമ്പാറ്റുകളെപ്പോലെ വന്ന അമ്പുകളെ ഭീഷ്മർ തകർത്തു. ഇത് കണ്ട് കൂടി നിന്നവർ ഭീഷ്മർ ചെയ്തത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെ എന്ന് പുകഴ്ത്തി. ബലവാനായിട്ടുള്ള അർജുനൻ്റെ വേഗത തടയാൻ ഭീഷ്മർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് അവർ അത്ഭുതപ്പെട്ടു. ഭീഷ്മരും കൃഷ്ണനും ദ്രോണരുമല്ലാതെ മറ്റാർക്കും ഇത്രയും വീര്യത്തോടെ അർജുനനെ നേരിടാൻ കഴിയില്ലെന്ന് അവിടെയുള്ളവർ പറഞ്ഞു. തുടർന്ന് പ്രാജാപത്യം, ഐന്ദ്രം, ആഗ്നേയം, രൗദ്രം, കൗബേരം, വാരുണ്ണം, യാമ്യം, വായവ്യം എങ്ങനെയുള്ള ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആ മഹാത്മകൾ യുദ്ധം തുടർന്നു. ഇത് കണ്ടുനിന്ന സകല ജീവികളും അത്ഭുതപ്പെട്ടു പോയി. ഇത് കണ്ടുനിന്ന ആളുകൾ പറഞ്ഞു, ഈ കാണുന്ന വിധം മഹത്തായിട്ടുള്ള കർമ്മം മനുഷ്യർക്ക് സാധ്യമായതല്ല. ഭീഷ്മർക്കും അർജുനനും ചേർന്നതായിട്ടുള്ള ഈ വൻ ആയുധപ്രയോഗ രീതി അത്ഭുതകരം തന്നെയാണ്. എല്ലാ ആയുധങ്ങളിലും അറിവുള്ളവരായിട്ടുള്ള അവരുടെ ദിവ്യായുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം കുറച്ചുനേരം നടന്നു. അതിനുശേഷം അമ്പുകൊണ്ടുള്ള യുദ്ധം തുടർന്നു. ഉടനെ പാർത്ഥൻ തിരിഞ്ഞ് കത്തികൊണ്ട് കെട്ടപ്പെട്ട അമ്പുകൾ പ്രയോഗിച്ചു തുടങ്ങി. ഭീഷ്മരുടെ പൊന്നു കെട്ടിയ വില്ല് പെട്ടെന്ന് അർജുനൻ മുറിച്ചു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഭീഷ്മർ വേറൊരു വില്ലെടുത്ത് ഞാണൊലി കിട്ടു. ദേഷ്യപ്പെട്ട അനേകം അമ്പുകൾ പാർത്ഥനിൽ പ്രയോഗിച്ചു. അർജുനും മൂർച്ചയുള്ള അമ്പുകൾ ഭീഷ്മരിലും പ്രയോഗിച്ചു. ഭീഷ്മർ പാണ്ഡവനിലും അപ്രകാരം തന്നെ പ്രയോഗിച്ചു. ദിവ്യായുധങ്ങളിൽ അറിവുള്ള ആ യോദ്ധാക്കൾക്ക് അസ്ത്രങ്ങൾ ചൊരിയുന്ന സമയത്ത് ഒട്ടും ഭയം കാണപ്പെട്ടില്ല. ഉടനെ അമ്പുകൂട്ടങ്ങൾ കൊണ്ട് 10 ദിക്കുകളും മൂടി. കിരീടം ധരിച്ച പാർത്ഥൻ ഭീഷ്മർക്ക് മുകളിലായി. ഭീഷ്മർ പാർത്ഥന് മുകളിലായി. അങ്ങനെ അവർ രണ്ടുപേരും ആ യുദ്ധത്തിൽ അത്യന്തം ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചു. പാർത്ഥൻ ധീരനായിട്ടുള്ള ഭീഷ്മരുടെ തേരിലെ കാവൽക്കാരെ കൊന്നു. ജന്മജയ, ആ ഭയങ്കരമായിട്ടുള്ള പോരാട്ടത്തിൽ എത്രയോ അസംഖ്യം യോദ്ധാക്കൾ മരിച്ചു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പാർത്ഥൻ്റെ തേരിനു ചുറ്റും യോദ്ധാക്കൾ ചത്തു നിലം നിറഞ്ഞു കിടന്നു. ഗാന്ധീവത്തിൽ നിന്ന് വിടുന്ന അമ്പുകൾ ശത്രുനാശം പറ്റണമെന്ന ഉദ്ദേശത്തോടുകൂടി വേഗത്തിൽ പാഞ്ഞു. വെള്ളക്കുതിരയുള്ള അർജുനൻ വിടുന്ന അമ്പുകൾ പൊന്നിൻചിറകൾ ഉള്ളവയും തേരുകളിൽ നിന്ന് ഉയരുന്നവയുമായിട്ടുള്ള അമ്പുകൾ ആകാശത്തിൽ അരയഞ്ഞ കൂട്ടങ്ങളെപ്പോലെ കാണപ്പെട്ടു. അവർ ധാരാളമായി എയ്തുവിടുന്ന ദിവ്യായുധങ്ങൾ ആകാശത്തിൽ നിന്നുകൊണ്ട് ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരെല്ലാവരും കണ്ടു. അത്യന്തം അത്ഭുതകരവും മനോഹരവുമായിട്ടുള്ള അമ്പപ്രയോഗം കണ്ടുനിന്ന് ഗന്ധർവന്മാരിൽ ഉത്തമനായിട്ടുള്ള ചിത്രസേനൻ ദേവേന്ദ്രനോട് പറഞ്ഞു, നോക്കൂ, പാർത്ഥൻ വിടുന്നതും തമ്മിൽ തൊട്ടു പോകുന്നതുമായിട്ടുള്ള അമ്പുകൾ, ഇത് അത്ഭുതം തന്നെ. അർജുനൻ്റെ ദിവ്യായുധ പ്രയോഗത്തിലുള്ള കഴിവ് അത്ഭുതകരം തന്നെയാണ്. ചിത്രസേനൻ തുടർന്നു, മനുഷ്യർ ഇപ്രകാരം ചെയ്യാൻ കഴിവുള്ളവരല്ല. ഇവരിലൊന്നും ഇത്തരം പ്രയോഗവൈദഗ്ധ്യം കാണുകയില്ല. വലിയ ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരുടെ യുദ്ധം വലിയ അത്ഭുതം തന്നെയാണ്. അമ്പെടുക്കുമ്പോഴും വില്ലിൽ തൊടുക്കുമ്പോഴും ഗാന്ധീവം വില്ല് വലിച്ചു കുളിക്കുമ്പോഴും എയ്യുമ്പോഴും അവനതിൽ യാതൊരു തടസ്സവും കാണുകയുണ്ടായില്ല. ഉച്ചയ്ക്ക് ആകാശത്തിൽ തിളങ്ങുന്ന സൂര്യനെ എന്ന പോലെ ആ പാണ്ഡവനെ നോക്കുവാൻ സൈന്യത്തിൽ ആർക്കും തന്നെ സാധ്യമായില്ല. ഗംഗാപുത്രരായിട്ടുള്ള ഭീഷ്മരെയും നോക്കാൻ ആരും ശക്തരായിരുന്നില്ല. രണ്ടുപേരും ലോകപ്രശസ്തരായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. രണ്ടുപേരും അതിഭയങ്കരമായിട്ടുള്ള പരാക്രമമുള്ളവരുമാണ്. രണ്ടുപേരും തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. രണ്ടുപേരും യുദ്ധത്തിൽ തോൽപ്പിക്കാനാവാത്തവരുമാണ്. ഇപ്രകാരം അവൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഭീഷ്മർക്കും അർജുനനും ഇടയിലുള്ള യുദ്ധത്തെ പൂഴ്ത്തുകയും ആകാശത്തു നിന്ന് ദിവ്യമായിട്ടുള്ള പൂക്കൾ വർഷിക്കുകയും ചെയ്തു. ഈ സമയത്ത് പൊരുതിക്കൊണ്ട് നിൽക്കുന്ന അർജുനൻ്റെ ഇടത്തെ പള്ളയ്ക്ക് ഭീഷ്മർ ആഞ്ഞമ്പ് ചെയ്തു. ഉടനെ ചിരിച്ചുകൊണ്ട് അർജുനൻ ഒരു പ്രത്യേക അമ്പ് ഉപയോഗിച്ച്
സൂര്യപ്രകാശമുള്ള ഭീഷ്മരുടെ വില്ല് മുറിച്ചു. പിന്നെ ഭീഷ്മരുടെ മാറത്ത് 10 അമ്പുകൾ അർജുനൻ തുളച്ചു കയറ്റി. കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ വില്ല് ആഞ്ഞു വലിച്ചു വിട്ടപ്പോൾ പെട്ടെന്ന് സഹിക്കാനാവാത്ത തളർച്ചയാൽ വലിയ കൈകളുള്ള ഭീഷ്മർ രഥത്തിൻ്റെ നുകത്തിന്മേൽ പിടിച്ചു വീഴാതെ നിന്നു. അല്പസമയം ഗംഗാപുത്രൻ ബോധമില്ലാതെ ആ നിലയിൽ തന്നെ നിന്നു. ബോധം കെട്ടുപോയ ധീരനായിട്ടുള്ള യോദ്ധാവിനെ തേരാളി മുൻപുള്ള നിർദ്ദേശമനുസരിച്ച് അവിടെ നിന്ന് മാറ്റി. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഭീഷ്മർ പടക്കളം വിട്ടുപോയപ്പോൾ ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ദുര്യോധൻ രാജാവ് പതാക വീശി അർജുനൻ നേരെ പാഞ്ഞലറി. ദുര്യോധൻ്റെ ശത്രുവായിട്ടുള്ള അർജുനൻ നേരെ ചെവി വരവില്ല് ആഞ്ഞു വലിച്ച് ഒരു അമ്പ് നെറ്റിത്തടത്തിന് നേരെ വിട്ടു. ശക്തിയോടെ വലിച്ചു വിട്ട ആ പൊന്നണിഞ്ഞ അമ്പ് അർജുനൻ്റെ നെറ്റിത്തടം പിളർന്ന് ചൂടുരക്തം ഒലിച്ചു. ആ സ്വർണ്ണ അമ്പ് നെറ്റിയിൽ ഭംഗിയോടെ കാണപ്പെട്ടു. ദുര്യോധനൻ ഇത്തരത്തിൽ കഠിനമായി ഒരു അമ്പ് ചെയ്തപ്പോൾ തേജസ്വിയായിട്ടുള്ള അർജുനൻ വിഷം ചീറ്റുന്ന അഗ്നി പോലെയുള്ള അമ്പുകളെടുത്ത് ആ രാജാവിന് നേരെ അയച്ചു. അങ്ങനെ ദുര്യോധനും അർജുനനെ ദുര്യോധനും പരസ്പരം എതിർത്തു. ആ കുരുവംശജർ ഇങ്ങനെ മത്സരിക്കുമ്പോൾ മല പോലെയുള്ള ഒരു വലിയ ആനയുടെ പുറത്ത് കയറി വികർണൻ രഥങ്ങളോടും ആനപ്പടിയോടും കൂടി വന്ന് അർജുനനോട് എതിർത്തു. പാഞ്ഞു വരുന്ന ആനയെ തലയുടെ മധ്യത്തിൽ നോക്കി അർജുനൻ ചെവി വരെ വില്ല് വലിച്ച് നല്ലതായിട്ടുള്ള ഒരു ഇരുമ്പമ്പ് ശക്തിയായി എഴുതു. അർജുനൻ വലിച്ചുവിട്ട കഴുകൻ ചിറകൾ വെച്ച അമ്പ് ആ ആനയുടെ തലയിൽ അറ്റം വരെ ആഴ്ന്നിറങ്ങിപ്പോയി. അവൻ പ്രയോഗിച്ച അമ്പ് വജ്രായുധം മലയെ കീറി മുറിക്കുന്നതുപോലെ പ്രവേശിക്കുന്നത് കണ്ടു നിന്നവർക്ക് അതിയായിട്ടുള്ള അത്ഭുതമുണ്ടായി. അമ്പയേറ്റ ആന അപ്പോൾ ഉള്ളം പറിക്കുന്ന രീതിയിൽ നടുങ്ങി ഭൂമിയിൽ തളർന്നു വീണു. ആന ഭൂമിയിൽ വീണപ്പോൾ താഴെ ചാടി ഓടുന്ന വികർണൻ 800 അടി പിന്നിലേക്ക് ഓടിമാറി. അവൻ വിമംശതിയുടെ തേരിൽ ചാടിക്കയറി. കുന്നുപോലുള്ള ആനയെ വജ്രം പോലെ വലിയൊരു അമ്പുകൊണ്ട് വലിച്ചു നീക്കി. മറ്റൊരു അമ്പുകൊണ്ട് ദുര്യോധൻ്റെ മാറിടം കീറുകയും ചെയ്തു. ആ ആനയും ആ രാജാവും ഒപ്പം പിന്തിരിഞ്ഞു. വികർണനും കൂട്ടർ ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഓട്ടം അത്ഭുതകരമായിരുന്നു. ഗാണ്ഡീവത്തിൽ നിന്നും പുറപ്പെടുന്ന അമ്പുകളെത്തിയ യോദ്ധാക്കൾ കണ്ട ദിക്കിലേക്കെല്ലാം ഓടിപ്പോയി. പാർത്ഥൻ ആനയെ കൊലപ്പെടുത്തിയത് കാണുകയാലും യോദ്ധാക്കളൊക്കെ പാഞ്ഞു പോയതും കണ്ട് കുരുവംശത്തിലെ വീരനായിട്ടുള്ള ദുര്യോധനൻ അസ്ത്രങ്ങളേൽക്കാത്ത ദിക്ക് നോക്കി രക്ഷപ്പെട്ടു. ആ കുരുവീരൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് രക്തമൊലിച്ച് ഓടിപ്പോകുമ്പോൾ അതിവീരനായിട്ടുള്ള അർജുനൻ കൈകൊട്ടി പോരിന് വിളിച്ചു. അർജുനൻ പറഞ്ഞു, അല്ലയോ ദുര്യോധന, നിൽക്കൂ, ഒന്ന് പറഞ്ഞോട്ടെ. നല്ല കീർത്തിയും പ്രശസ്തിയും ഒക്കെ വിട്ട് നീ പടക്കളത്തിൽ നിന്ന് ഓടുകയാണോ? നിന്റെ വാദ്യഘോഷങ്ങളുടെ ശബ്ദമൊക്കെ എവിടെ പോയി? ഞാൻ യുധിഷ്ഠിരൻ്റെ ദാസനും കുന്തിപുത്രന്മാരിൽ 3ാമത്തവനുമാണ്. എന്നെ അങ്ങ് അറിഞ്ഞുവോ? നീ മൂലം രാജ്യം വിട്ടു പോകേണ്ടി വന്ന യുധിഷ്ഠിരന് വേണ്ടി അങ്ങിതാ ഇങ്ങോട്ടൊന്ന് മുഖം തിരിക്കൂ. രാജധർമ്മം അങ്ങേക്ക് അറിഞ്ഞുകൂടെ? ഇടോ ദുര്യോധന, നിനക്ക് ആരാണ് ഈ പേര് നൽകിയത്? വെറുതെ ആയല്ലോ നിനക്ക് ഈ പേരിട്ടത്. യുദ്ധക്കളത്തിൽ നിന്നും പേടിച്ചോടുന്ന നിന്നിൽ യുദ്ധം ചെയ്യാൻ പ്രയാസമുള്ളവൻ എന്ന അർത്ഥം ഒട്ടും കാണുന്നില്ലല്ലോ. അങ്ങയുടെ വിജയഘോഷങ്ങളൊക്കെ എവിടെ പോയി? മുൻപിലും പിൻപിലും രക്ഷകന്മാരെയും കാണാനില്ലല്ലോ. ഇനിയും ജീവിതത്തോടുള്ള കൊതിയോടെ യുദ്ധഭൂമിയിൽ നിന്ന് പാഞ്ഞോടിയാലേ പാണ്ഡവനിൽ നിന്ന് അങ്ങേക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ഓടിക്കോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. മഹാനായിട്ടുള്ള പാർത്ഥൻ ഇപ്രകാരം വിളിച്ചപ്പോൾ ദുര്യോധനൻ തോട്ടികൊണ്ടുള്ള അടിയേറ്റ ആന എന്ന പോലെ വാക്കാകുന്ന തോട്ടിയേറ്റ് തിരിഞ്ഞു നിന്നു. അവനെ അർജുനൻ്റെ പരിഹാസം സഹിക്കാൻ കഴിഞ്ഞില്ല. ശക്തിമാനായിട്ടുള്ള അവൻ രഥവുമായി തിരിച്ചു ചെന്നു. കാലുകൊണ്ട് ചവിട്ടേറ്റ പാമ്പിനെ പോലെ അവൻ ചീറിപ്പാഞ്ഞെടുത്തു. അവൻ വീണ്ടും തിരിച്ചിൽ നിന്ന് കണ്ടപ്പോൾ അമ്പയേറ്റ് അവശനായിരുന്നെങ്കിലും മണിമാലി അണിഞ്ഞ കർണനും ധൈര്യത്തോടെ തിരിച്ചു നിന്നു. ദുര്യോധനന് പുറകെ ഭീഷ്മരും പൊൻകവചമിട്ട് ആവേശത്തോടു കൂടിയിട്ട് അടുത്തുകൂടി. ദ്രോണരും കൃപരും വിമംശതിയും ദുശാസനും തിരിച്ചു നിന്നു. ആ സൈന്യങ്ങളൊക്കെ തിരിച്ച് വീണ്ടും നിറഞ്ഞൊഴുകുന്ന പുഴ പോലെ എതിർക്കുവാനായി വന്നത് അർജുനൻ കണ്ടു. വന്നു ചേരുന്ന മേഘത്തെ സൂര്യൻ എന്ന പോലെ അർജുനൻ തപിപ്പിച്ചുകൊണ്ട് അടുത്തു എന്നു. അപ്പോൾ എല്ലാ വീരന്മാരും അർജുനൻ്റെ ചുറ്റുമായി വളഞ്ഞു നിന്നു. ദിവ്യമായിട്ടുള്ള അസ്ത്രക്കൂട്ടങ്ങളാൽ പർവ്വതത്തിൽ മേഘങ്ങൾ എന്ന പോലെ പാർത്ഥനിൽ അമ്പുകൊണ്ടവർ മഴ തുടങ്ങി. ആ കൗരവന്മാർ ചൊറിയുന്ന അസ്ത്രങ്ങളൊക്കെ ഗാണ്ഡീവധാരിയായിട്ടുള്ള അർജുനൻ അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തടുത്തു നിന്നു. ശത്രുക്കളെ നശിപ്പിക്കുന്ന അർജുനൻ സഹിക്കാൻ കഴിയാത്ത സമ്മോഹനാസ്ത്രം എടുത്ത് എയ്തു. ഉടനെ മൂർച്ചയുള്ള അമ്പുകൾ വിട്ടു ദിക്കുകളൊക്കെ ആ വീരൻ അടച്ചു. ശക്തനായിട്ടുള്ളവൻ ഗാണ്ഡീവമാകുന്ന വില്ല് കയ്യിലേന്തി ശത്രുക്കൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. പിന്നെ കടുത്ത ശബ്ദമുള്ള ശംഖെടുത്ത് വളരെ ഉച്ചത്തിൽ 10 ദിക്കുകളും മുഴങ്ങുമാർ ഊതി. ആകാശത്തിലും ഭൂമിയിലും അതിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ ഭയങ്കരമായിട്ടുള്ള ശംഖനാദം കേട്ടപ്പോൾ സകല കൗരവവീരന്മാരും ബോധം കെട്ടുപോയി. സകല വീരന്മാരുടെയും കൈകളിൽ നിന്നും വില്ലുകൾ വീണുപോയി. ബോധമില്ലാതെ എല്ലാവരും മയങ്ങി നിൽപ്പായി. ഒരാൾക്ക് പോലും ബോധമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ യോദ്ധാക്കളും മയങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ പാർത്ഥൻ ഉത്തരയുടെ വാക്ക് ഓർമ്മിച്ചു. നല്ല മൃദുവായിട്ടുള്ള വിലപിടിച്ച വസ്ത്രങ്ങൾ കൗരവരെ ജയിച്ച് കൊണ്ടുവരണമെന്ന് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. വിരാടപുത്രനോട് തേരിൽ നിന്ന് ഇറങ്ങുവാൻ പറഞ്ഞു. ഇവിടെ ഉത്തര, ഈ കൗരവർ എല്ലാവരും ബോധം കെട്ട് കിടക്കുകയാണ്. നീ അവരുടെ ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുക്കണം. ആചാര്യനായിട്ടുള്ള കൃപരുടെ ശുഭ്രമായിട്ടുള്ള വസ്ത്രവും കർണൻ്റെ മഞ്ഞ നിറത്തിലുള്ള മനോഹരമായിട്ടുള്ള വസ്ത്രവും ദുര്യോധൻ്റെ അശുദ്ധാത്മാവിൻ്റെയും നീല വസ്ത്രവും നീ അഴിച്ചെടുക്കുക. ഭീഷ്മർക്ക് ബോധം മറയുകയില്ല. അദ്ദേഹത്തിന് ബോധം ഇപ്പോഴും ഉണ്ടായിരിക്കും. ദിവ്യമായിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ നീ ഒഴിവാക്കുക.
അദ്ദേഹത്തിൻ്റെ രഥത്തെ ഇടതുവശത്ത് വെച്ച് വേണം നീ പോകാൻ. ഇപ്രകാരം നീ മനസ്സിൽ കരുതിപ്പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. അർജുനൻ പറഞ്ഞ ഉടനെ വീരനായിട്ടുള്ള വിരാടപുത്രൻ കുതിരയുടെ കടിഞ്ഞാൻ വിട്ട് താഴോട്ട് ചാടിയിറങ്ങി. മഹായോദ്ധാക്കളുടെ ഭംഗിയേറിയ പൊൻ കസവ് വെച്ച വസ്ത്രങ്ങളൊക്കെ ഓരോന്നോരോന്നായി അവൻ അഴിച്ചെടുത്ത് നിമിഷ നേരം കൊണ്ട് വീണ്ടും തേർത്തട്ടിലെത്തി. പിന്നെ പൊന്നണിഞ്ഞ കുതിരകളെ വീണ്ടും വിട്ടു. ആ വെള്ളക്കുതിരകൾ യോദ്ധാക്കളുടെ മധ്യത്തിൽ നിന്ന് അർജുനനെയും കൊണ്ട് നടന്നു. അങ്ങനെ പോകുന്ന അർജുനനിൽ കൗരവരിൽ ബോധമുണ്ടായിരുന്ന ശക്തനായിട്ടുള്ള ഭീഷ്മൻ അമ്പുകൾ ചൊരിഞ്ഞു. ഭീഷ്മരുടെ കുതിരകളെ അർജുനൻ കൊന്ന് 10 ശരങ്ങൾ പിന്നെയും ചെയ്തു. പാർത്ഥൻ വേഗത്തിൽ ഭീഷ്മനെ വിട്ട് ശത്രുവായിട്ടുള്ള ദുര്യോധനെയും വിട്ട് തീർക്കൂട്ടത്തെയും വിട്ട് അകലെ ചെന്നു നിന്നു. മേഘം പിളർക്കുന്ന സൂര്യനെ പോലെ എല്ലാവരെയും പരാജയപ്പെടുത്തി ശോഭിച്ചു. ബോധം തെറ്റിച്ചു വന്ന കൗരവർ ഇന്ദ്രജന്യനായിട്ടുള്ള പാർത്ഥനെ കണ്ട് യുദ്ധമൊക്കെ നിർത്തി. അർജുനൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എന്താണ് അവൻ നിങ്ങളെയൊക്കെ വിട്ടുപോയത്? അവനെ വിടരുത്, കയറി ആക്രമിക്കുവിൻ. ദുര്യോധനൻ്റെ വീരവാദം കേട്ട് ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, എടോ ദുര്യോധന, നിന്റെ ബുദ്ധിയും വിവരവും ഒക്കെ എവിടെയായിരുന്നു? നിങ്ങളിവിടെ മയങ്ങി നിൽക്കുകയായിരുന്നല്ലോ. അമ്പും വില്ലുമില്ലാതെ യുദ്ധക്കളത്തിൽ നിന്നിരുന്ന നിങ്ങളെ എന്തേ അവൻ കൊല്ലാതെ വിട്ടതെന്ന് മനസ്സിലായോ? ധർമ്മിഷ്ഠനായിട്ടുള്ള അർജുനൻ ക്രൂരമായിട്ടുള്ള കർമ്മം ഒരിക്കലും ചെയ്യുകയില്ല. പാപകർമ്മത്തിൽ അവൻ്റെ മനസ്സ് ചെല്ലുകയില്ല. 3 ലോകം സിദ്ധിച്ചാലും പാർത്ഥൻ സ്വധർമ്മം ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ടാണ് ബോധം കെട്ട് അമ്പും വില്ലും കൈവിട്ട് നിശ്ചേഷ്ടരായി നിൽക്കുന്ന നമ്മെ അവൻ കൊല്ലാതെ വിട്ടത്. മനസ്സിലായോ? ഇനി നാം ഇവിടെ നിൽക്കണ്ട, വേഗം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. പാർത്ഥൻ പശുക്കളെല്ലാം ജയിച്ച് പിടിച്ചുകൊണ്ട് പൊക്കോളട്ടെ. ഉണ്ണി, അനാവശ്യമായിട്ടുള്ള മോഹം കൊണ്ട് നാശം നീ വരുത്തേണ്ട. വേഗം സ്ഥലം വിടുന്നതാണ് ഏറ്റവും നല്ല കാര്യം. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിതാമഹൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ദുര്യോധനൻ എല്ലാം കേട്ട് യുദ്ധത്തിലുള്ള ആശയൊക്കെ കൈവിട്ട് ദേഷ്യത്തോടെ നെടുവേർപ്പിട്ട് മിണ്ടാതിരുന്നു. എല്ലാവരും ഭീഷ്മരുടെ ഗുണകരമായിട്ടുള്ള വാക്കുകൾ കേട്ടും അർജുനാകുന്ന അഗ്നി എരിയുന്നത് കണ്ടും ദുര്യോധനൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു. യാത്രയ്ക്കൊരുങ്ങുന്ന കുരുവീരന്മാരെ കണ്ട് അർജുനൻ രസമായി ചിരിച്ച് ഒന്നും പറയാതെ ഭാവം കൊണ്ട് യാത്ര അയച്ചു. യാത്രയപ്പ് ഇപ്രകാരമാണ് അർജുനൻ നടത്തിയത്. മുത്തച്ഛനായിട്ടുള്ള ഭീഷ്മനെയും ആചാര്യനായിട്ടുള്ള ദ്രോണനെയും ശിരസ് കുഞ്ചു വന്ദിച്ചു. ആചാര്യപുത്രൻ കൃപൻ കൗരവപ്രമുഖർ ഇവരെ അമ്പുകൊണ്ട് വന്ദിച്ചു. ദുര്യോധനയോട് ചെയ്ത വന്ദനം അവൻ്റെ മണിരത്നങ്ങൾ പതിച്ച കിരീടം അമ്പ് ചെയ്ത് തകർത്തി വീഴ്ത്തിക്കൊണ്ടാണ് ചെയ്തത്. ഇങ്ങനെ ആ മാന്യന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ഗാണ്ഡീവത്തിൻ്റെ ശബ്ദം ലോകത്തിൽ മുഴക്കി ദേവദത്തം എന്ന ശംഖ് വിളിച്ച് ശത്രുക്കളുടെ ഉള്ളു പിളർന്ന് അങ്ങനെ പാർത്ഥൻ മടങ്ങുവാൻ ഭാവിച്ചു. പൊന്മാല തൂങ്ങുന്ന കൊടിയുമായി ശത്രുക്കളെ ജയിച്ചു വിളങ്ങുന്ന പാർത്ഥൻ കൗരവർ മടങ്ങിപ്പോകുന്നത് കണ്ട് സന്തുഷ്ടനായി ഉത്തരനോട് പറഞ്ഞു, ഉത്തര, നീ കുതിരകളെ തിരിച്ചുവിടുക. പശുക്കളെല്ലാം ഓടിച്ചു കൊണ്ടുപോയി നഗരത്തിലേക്ക് പോവുക. ശത്രുക്കളെല്ലാം തോറ്റു മടങ്ങിപ്പോയി. കൗരവരും അർജുനും തമ്മിലുള്ള ആ യുദ്ധം ദേവന്മാർ അതീവ അത്ഭുതത്തോടെ കണ്ട് ആസ്വദിച്ചു. അർജുൻ്റെ വീരപ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചും അദ്ദേഹത്തെ അഭിനന്ദിച്ചും അവർ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ഗോകർണപർവം നമ്മൾ അവസാനിച്ചിട്ടില്ല. ഇനിയും കുറച്ച് ഭാഗവും കൂടി ഉണ്ട്. അത് നാളെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് നാളെ നമ്മൾ പുതിയ ഒരു ഉപപർവം ആരംഭിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ ഞാൻ ഈ കഥ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുദ്ധരംഗങ്ങൾ എങ്ങനെയാണോ വ്യാസഭഗവാൻ വർണ്ണിച്ചിട്ടുള്ളത് അത് ഒട്ടും മാറ്റമില്ലാതെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു വിശദീകരണം രംഗങ്ങൾക്ക് വരുന്നത്. അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും. അപ്പോൾ എന്നോടൊപ്പം ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.